ഹലോ എവരി വൺ. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും തമ്മിൽ വലിയൊരു ഡിബേറ്റ് നടന്നു. ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഡിബേറ്റിൻ്റെ കാതലെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അതായത് വൈ സംബഡി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ്സ്. അതായത് ഇക്വിറ്റി മാർക്കറ്റ്സിൽ എന്തിന് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിലൊരു കൂട്ടരുടെ വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് ഒക്കെ നല്ല റിട്ടേൺ തരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിലൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ. അതായത് ഇപ്പം നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനൊരു 13% റിട്ടേൺ കിട്ടും എന്ന് പറയുന്നത് എന്ത് കോൺഫിഡൻസ് ആണുള്ളത്? അപ്പം അത് ശരിയാണ്. അത് അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്കില്ല. എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടും ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം ഞാനും അതിനെക്കുറിച്ച് അപഗ്രഥിച്ചു. അതായത് ഇപ്പം നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് 13% ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് നിഫ്റ്റി 50യുടെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് 13% റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50% പോലും കോൺഫിഡൻസ് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒക്കെ റിട്ടേൺ കുറഞ്ഞാലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഒരു ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ആൻഡ് ആ ചോദ്യത്തിനുള്ള ആൻസറാണ് പലരും ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺഫിഡൻസ് ലെവലാണ്. എത്ര പെർസെൻറ്റേജ് ഒരു കോൺഫിഡൻസ് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ഒബ്വിയസ്ലി നമ്മൾ 2-3 മാസം കഴിഞ്ഞ് ഇത്ര റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ച് ഇക്വിറ്റി മാർക്കറ്റിൽ പറ്റില്ല. ഒരു വർഷം കഴിഞ്ഞ് ഇത്ര റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ച് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വൈ സംബഡി ഷുഡ് എൻ്റർ ഇൻ ടു ഇക്വിറ്റി മാർക്കറ്റ്. പക്ഷെ അതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് ആൻഡ് വെൻ ദിസ് ഹൊറൈസൺ ഇൻക്രീസസ്, അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട് 2 വർഷം കഴിഞ്ഞിട്ട് 25% റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഒരു IRR 13-12% കിട്ടും എന്ന് പറയുകയാണെങ്കിൽ അത് അബ്സേർഡാണ്. അതും ശരിയല്ല. ആൾക്ക് അങ്ങനത്തെ കോൺഫിഡൻസ് തരാൻ പറ്റില്ല. കാരണം ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം തീർത്തും പറയാൻ പറ്റുന്ന കാര്യമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ കൂടുന്നതിനനുസരിച്ച് ഈ കോൺഫിഡൻസ് ഇന്റർവെൽ വളരെ നന്നായി കൂടും, അല്ലെ ആ കോൺഫിഡൻസ് പെർസെൻറ്റേജ് വളരെ നന്നായി കൂടും. അതായത് ഒരു വർഷത്തിൽ 13% തരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം തീർത്തും പറയാം, 5 വർഷത്തിൽ ഒരു IRR 13% തരാനുള്ള ചാൻസ് 98% ഉണ്ട്. അങ്ങനെ 98% ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരാൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? അതേസമയം 5 വർഷത്തിൽ 98% ഉണ്ടെങ്കിൽ 7 വർഷത്തിന് കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് 99%, 99.5% കൂടുതലുണ്ടാവും. അപ്പം ഇതാണ് ബേസിക്കലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ എന്താണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് കൂടുതൽ ടൈം ഹൊറൈസൺ ഉള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാശ് പെട്ടെന്ന് എടുക്കേണ്ടി വരില്ല എന്ന് ഓൾമോസ്റ്റ് ഷുവറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതർ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട്, നിങ്ങളുടെ ബാക്കി നീഡ്സോ അല്ലെങ്കിൽ അതർ ഗോൾസോ ഹാൻഡിൽ ചെയ്യാനാണെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഒരു ബെസ്റ്റ് ടൂളാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 years ആണ്. എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 5 years എങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു 7 years എബവ് ഉണ്ടെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഇൻവെസ്റ്റ്. അപ്പം ഇതേ ആൻസറാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ നോക്കുക. നിങ്ങൾക്കിപ്പോൾ 2.5 വർഷമേ ഉള്ളൂ. 2 വർഷത്തിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. 2 വർഷത്തിനുള്ളിൽ വേണ്ട ഒരു കാശ് ആവശ്യമാണെങ്കിൽ ഒബിയസ്ലി യു ഷുഡ് നോട്ട് ഗോ ടു ഇക്വിറ്റി മാർക്കറ്റ്സ്. ബട്ട് ഇൻസ്റ്റഡ് നിങ്ങൾക്ക് അടുത്തൊരു 5 വർഷത്തിന് മുകളിൽ അല്ലെ 4-4.5 വർഷത്തിന് മുകളിൽ ഈ ഒരു കാശ് പെട്ടെന്ന് അത്യാവശ്യം വരില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ടു ഇക്വിറ്റി മാർക്കറ്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മച്ച് ഹയർ റിട്ടേൺ, മച്ച് ടാക്സ് എഫിഷ്യൻറ്റ് റിട്ടേൺ ആണ് അവിടെ കിട്ടുക. അത് തന്നെയാണ് ഇതിനുള്ള ആൻസറും. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ സംബഡി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി മാർക്കറ്റ് ഇഫ് യു ഹാവ് ഗുഡ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടൈം ഹൊറൈസൺ. താങ്ക് യു.